ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമ്മുടെ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ ഈസിയുമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ സുന്ദരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നമുക്ക് ഈസി ആയിട്ട് എഴുതാനും പറ്റും. ഫോഴ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഫോഴ്സിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമ്മളെല്ലാം പഠിക്കുന്ന ഒരു സൂപ്പർ ചാപ്റ്റർ ആണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഫോഴ്സിൽ നിന്നുമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഫസ്റ്റ് ചോദ്യമാണ്, ഗിവ് ടു എക്സാമ്പിൾസ് ഓഫ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് അപ്ലൈഡ് ഫോഴ്സ് കോസസ് ദ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ്. നമുക്കറിയാം ഫോഴ്സിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ. ഷേപ്പ് ചേഞ്ച് ചെയ്യാം, സൈസ് ചേഞ്ച് ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എഴുതാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടിരിക്കുന്നത്. എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഷേപ്പാണ്. ഇഷ്ടം പോലെ നമുക്ക് എഴുതിക്കൂടെ? നമ്മുടെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട്. ആ ബലൂണിന് നമ്മളിങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഷേപ്പ് മാറ്റാൻ പറ്റും. ഇനി നമ്മുടെ ഒരു ക്ലേ ഉണ്ട് വിചാരിച്ചോ, മണ്ണ് അല്ലേ, മണ്ണ് ഓക്കെ, ക്ലേ ഓക്കെ. ഇപ്പൊ ക്ലേ നമ്മളിങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ അടിച്ചു പറ്റിയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. നമ്മളിങ്ങനെ ഉരുട്ടിയാണ് കൊടുത്തെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അങ്ങനെ ഇഷ്ടം പോലെ ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് കൊടുത്താൽ മാറ്റാൻ പറ്റും. ഇനി അത് മാത്രമല്ല, നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങോട്ട് എടുക്കുക, വെള്ളമൊന്നുമില്ല വിചാരിച്ചു, വെള്ളം ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ സുന്ദരമായ ഷേപ്പ് നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അവിടെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ടു ഡ്രോ വാട്ടർ ഫ്രം എ വെൽ വി ഹാവ് ടു പുഷാണോ പുള്ളാണോ? നമുക്കറിയാം ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സിൽ തന്നെ പുഷാണോ പുള്ളാണോ കൊടുക്കണം? നമുക്കറിയാം മക്കളെ, ഫോഴ്സ് അല്ലെ, നമ്മുടെ ഫോഴ്സ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നമുക്ക് പുഷ് കൊടുക്കാം, ഒന്ന് നമുക്ക് ഇങ്ങനെ വലിക്കാം അല്ലെ, പുള്ളാക്കാം. സോ ഇവിടെ ടു ഡ്രോ വാട്ടർ ഫ്രം എ വെൽ വി ഹാവ് ടു പുൾ അറ്റ് ദ റോപ്പ് ആണ് അല്ലെ. നെക്സ്റ്റ് നോക്കൂ, ടു മൂവ് എ ലോഡഡ് ട്രോളി വി ഹാവ് ടു പുഷാണോ പുള്ളാണോ? ഏതും ആവാം. ചിലപ്പോൾ നമ്മളിങ്ങനെ വലിക്കാവും, ചിലപ്പോൾ അങ്ങോട്ട് തള്ളാവും, നമ്മുടെ ഇഷ്ടമാണ് അല്ലെ. പുഷ് ഓർ പുൾ എന്ന് കൊടുക്കാം അല്ലെ. അപ്പോൾ പുഷ് ഓർ പുൾ എന്ന് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് വായിച്ചു നോക്കാം. ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഡാഷ് നോർത്ത് പോൾ ഓഫ് അനദർ മാഗ്നറ്റ്. മനസ്സിലാക്കി വെക്കുക. നോർത്ത് പോൾ ഓഫ് വൺ മാഗ്നറ്റ്. നമ്മുടെ കയ്യിൽ രണ്ട് മാഗ്നറ്റ്സ് ഉണ്ട്. രണ്ട് മാഗ്നറ്റ്സിലും നോർത്തും സൗത്തും ഒക്കെ ഉണ്ടാവും. നമുക്കറിയാം അല്ലേ. അപ്പൊ നോക്കിയോ, ഈ നോർത്ത് പോളും അടുത്ത് വന്നാൽ എന്താ അവസ്ഥ? നോർത്ത് പോളും സൗത്ത് പോളും വന്നാൽ എന്താ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നോർത്തും സൗത്തും വന്നു കഴിഞ്ഞാൽ അല്ലെ, അൺലൈക്ക്, അതായത് ഓപ്പോസിറ്റ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യും? അട്രാക്ട് ചെയ്യും. എന്നാൽ മക്കളെ മനസ്സിലാക്കി വെക്കുക, രണ്ട് മാഗ്നറ്റ്സിന്റെ നോർത്ത് നോർത്ത്. ഇപ്പൊ ഈ കേസിൽ നോക്കൂ, അടുത്ത് വന്നത് ഏതൊക്കെ ടീമാണ്? സൗത്തും ഒരുപോലെയുള്ള ആൾക്കാരെ അവരെന്താ ചെയ്യുക? അവർ റിപ്പൽ ചെയ്തിട്ട് പോകും അല്ലെ, റിപ്പൽ ചെയ്യും. സോ അതുപോലെയാണ് നോക്കൂ, രണ്ട് മാഗ്നറ്റ്സിന്റെ നോർത്തും വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഒരുപോലെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ചെയ്യും കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി കൊടുക്കണം, മറന്നു പോകാൻ പാടില്ല കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യമാണ്, ഗിവ് ടു എക്സാമ്പിൾസ് ഈച്ച് സിറ്റുവേഷൻസ് ഇൻ വിച്ച് യു പുഷ് ഓർ പുൾ ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ദ ഒബ്ജക്ട്സ്. നമുക്കറിയാം ഫോഴ്സ് അല്ലെ, നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്ന് പുഷ് ആകാം, ചിലപ്പോൾ എന്താകും? പുള്ളാകും അല്ലെ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഫോഴ്സിന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഒബ്ജക്റ്റിന്റെ സൈസിൽ മാറ്റാം അല്ലെ, അതുപോലെ ഷേപ്പിൽ വ്യത്യാസം വരുത്താം അല്ലെ. പിന്നെന്താണ്, മോഷനെ നമുക്ക് ചിലപ്പോൾ റെസ്റ്റിലാക്കാൻ പറ്റും. ഇനി ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറ്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് കൊടുത്ത് ഫോഴ്സ് കൊടുത്താൽ റെസ്റ്റിലാക്കാം. ഇനി അല്ല, ഒരു ട്രോളി ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ നമുക്ക് അതിനെ മൂവിങ് ആക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ, ഫോഴ്സിൽ കൊടുത്തിട്ട്. സോ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് മാറ്റുന്ന സിറ്റുവേഷൻസ് എഴുതാനാണ്. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. രണ്ട് എക്സാമ്പിൾസ് എങ്കിലും നിങ്ങൾ എഴുതുക കേട്ടോ. രണ്ടെണ്ണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരട്ടെ. എന്താണ് ചോദ്യം? പുഷ് ഓർ പുൾ ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ദ ഒബ്ജക്ട്സ് അല്ലേ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൽ എന്ത് ചെയ്യുന്നു? ബാക്കിൽ നിന്ന് ഒരു സൈക്കിൾ ഞാൻ പിടിച്ചങ്ങോട്ട് തള്ളുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും? മൂവ് ചെയ്യുന്നു അല്ലേ. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഒരുപാട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ഇനി ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക്
പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അല്ലേ, പുതിയ NCERT ബുക്കാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് വീഡിയോസോ അല്ലെ ഒരുപാട് കാര്യങ്ങളൊന്നും റെഫർ ചെയ്യാൻ ആയിട്ടില്ല, ആകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് കാണുമ്പോൾ ഇതൊക്കെ എന്താ അങ്ങനത്തെ ഒരു ഫീലൊക്കെ തോന്നിയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് പഠിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, കാരണം എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ, സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ, ശല്യത്തിലാണെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയാം. സോ താങ്ക് യു സോ മച്ച്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ബൈ.